ജീവൻ രക്ഷാ മരുന്ന് വിറ്റ് കൊള്ളലാഭം കൊയ്യുന്ന കുത്തക കമ്പനികളെ നിയന്ത്രിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയണമെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാരി സാമ്പത്തിക തിരിമറി നടത്തി മുങ്ങിയത് തിരിച്ചെടുത്ത പണം ബാങ്കിൽ അടയ്ക്കാതെ. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് അധികൃതർ. പട്ടാമ്പിയിൽ നിയമത്തിനും നിർദ്ദേശത്തിനും പുല്ലുവില. ഓംബുഡ്സ്മാൻ നിർദ്ദേശം ലംഘിച്ച് ഭാരതപ്പുഴയിൽ ലോറി ഇറക്കി മണലെടുപ്പ് തുടരുന്നു. ആവശ്യത്തിന് തൊഴിലാളികളില്ല. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള സമരം. തൊഴിലാളികൾ സമരം നടത്തുന്നത് കൂടുതൽ സ്ഥലത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ച്. വ്യാജ വാറ്റിനെതിരെ പ്രവർത്തിച്ച യുവാക്കൾക്ക് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ മർദ്ദനത്തിന് കാരണം വാറ്റിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ചതാണ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിൽപ്പന നടത്തി കൊള്ളലാഭം കൊയ്യുന്ന കുത്തക കമ്പനികളെയും പ്രമാണിമാരെയും നിയന്ത്രിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ. തൃക്കടിരി മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ സ്ഥാപനങ്ങൾ ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല, ജനസേവനം കൂടി ലക്ഷ്യമാക്കി വേണം പ്രവർത്തിക്കാനെന്നും മന്ത്രി സഹകാരികളെ ഓർമ്മിപ്പിച്ചു. മരുന്നുകൾക്ക് 10 രൂപയുള്ള മരുന്ന് 100 രൂപ വാങ്ങിക്കുക, 100 രൂപയുള്ള മരുന്ന് 1000 രൂപ വാങ്ങിക്കുക. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഭയങ്കര വില. ക്യാൻസറിന്റെ മരുന്ന് 900 രൂപയുള്ളത് 13,000 രൂപ വരികയാണ്. ഇത് നിയന്ത്രിക്കണ്ടേ? ഈ കൊള്ളലാഭക്കാരെ അനുസരിക്കണ്ടേ? ഈ പറയുന്ന കച്ചവടക്കാരനല്ലാതെ ഇതുപോലെ കുത്തക മുതലാളിമാര് പാവങ്ങളെ പറ്റിക്കുന്ന പ്രധാനിമാരുണ്ട്. അവരുടെ 3 പേരുണ്ട്. അതൊക്കെ വേണ്ടേ? അതിനെന്ത് വേണം? നമ്മളെ മരുന്ന് സഹകരണങ്ങളിലൂടെ നിത്യോപ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒട്ടമൊന്നുണ്ട്. തൃക്കടിരി, അനങ്ങനടി, ചളവറ ഗ്രാമപഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കിയാണ് തൃക്കടിരി മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കിഴൂർ റോഡിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ KS അലീഖ MLA അധ്യക്ഷത വഹിച്ചു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് CAMA കരീം നിർവഹിച്ചു. കമ്പ്യൂട്ടറൈസേഷന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ നിർവഹിച്ചു. N ശംസുദ്ദീൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഓണററി സെക്രട്ടറി VP അലി, സൊസൈറ്റി പ്രസിഡന്റ് M അലി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാരി സാമ്പത്തിക തിരിമറി നടത്തി സംഘത്തിലെ അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം ബാങ്കിൽ ഭാഗികമായി നൽകിയാണ് വനിതാ ജീവനക്കാരി സാമ്പത്തിക തിരിമറി നടത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വാണിയംകുളം പഞ്ചായത്ത് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വനിതാ ജീവനക്കാരിയാണ് തിരിമറി നടത്തിയിരിക്കുന്നത്. പ്രതിദിനം കടകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പിരിക്കുന്ന സംഖ്യ പാസ്ബുക്കിൽ കൃത്യമായും ബാങ്കിൽ കുറച്ചു കാണിച്ചുമാണ് തിരിമറി നടത്തിയിരിക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. ഒരാഴ്ചയായി കളക്ഷൻ ഏജന്റ് പിരിവിന് എത്താത്തതിനെ തുടർന്ന് മെമ്പർമാർ ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് സാമ്പത്തിക തിരിമറി പുറത്തുവന്നത്. പാസ്ബുക്കുമായി എത്തിയ അംഗങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ 64,000 രൂപ വരെ അടച്ചവരുടെ പേരിൽ സഹകരണ സംഘത്തിൽ 50,000 രൂപ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ രീതിയിൽ 100 കണക്കിന് പേരുടെ കയ്യിൽ നിന്നും വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയാണ് തിരിമറി നടത്തിയിരിക്കുന്നത്. ബാങ്കിന് 9 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയതായി ബാങ്ക് അധികൃതർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം അടച്ച സംഖ്യ നഷ്ടപ്പെട്ടില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. അംഗങ്ങൾക്ക് മുഴുവൻ സംഖ്യയും തിരികെ നൽകുമെന്നും ഇവർ അറിയിച്ചു. പുഴയിലിറക്കി മണലെടുക്കരുതെന്ന ഓംബുഡ്സ്മാൻ ഉത്തരവിന് പട്ടാമ്പിയിൽ പുല്ലുവില. 1 കിലോമീറ്ററോളം പുഴയിലേക്ക് ഇറങ്ങിയാണ് പട്ടാമ്പിയിൽ ഇപ്പോഴും മണൽ വാരൽ തുടരുന്നത്. പട്ടാമ്പിയിൽ ഇനി പുഴയിൽ ലോറി ഇറക്കി മണലെടുത്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ CAയുടെ വാക്കുകളാണ് ഇത്. പാസുള്ള കടവുകളിൽ പോലും ഇനി മുതൽ പുഴയിൽ ലോറി ഇറക്കി മണലെടുക്കുന്നത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. അതിന് വ്യക്തമായ അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മണലെടുപ്പ് തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം പഴയപടി തന്നെ. പുഴയുടെ നടുഭാഗത്തേക്ക് വണ്ടികൾ ഇറക്കിയാണ് ഇപ്പോഴും മണലെടുക്കുന്നത്. കടവുകളോ ദൂരപരിധിയോ ഒന്നും മണലിന്റെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല. പുഴയിൽ ലോറി ഇറക്കി മണലെടുക്കുന്നത് കർശനമായി തടയണമെന്ന ഓംബുഡ്സ്മാൻ ഉത്തരവ് നിലനിൽക്കെയാണ് നഗ്നമായ നിയമലംഘനം. ഒരു വശത്ത് അനധികൃത മണൽ മാഫിയ പുഴയെ കാർന്നു തിന്നുമ്പോഴാണ് അംഗീകൃതമായി തന്നെയുള്ള ഇത്തരം മണൽ കൊള്ളയും നടക്കുന്നത്. നിയമങ്ങളെല്ലാം ഇവിടെ കടലാസിൽ മാത്രം. മണലെടുപ്പുമായി ബന്ധപ്പെട്ട വഴിയെ ചൊല്ലി വിളയൂരിൽ സംഘർഷം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V അഹമ്മദ് കുഞ്ഞിയും മണൽ തൊഴിലാളികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് മണൽ തൊഴിലാളികളും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V അഹമ്മദ് കുഞ്ഞിയും തമ്മിൽ സംഘർഷമുണ്ടായത്. വിളയൂർ കുപ്പൂത്ത് തൂതപ്പുഴയിലെ മോതിരക്കടവിൽ നിന്നും മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വഴിയെ ചൊല്ലി വെള്ളിയാഴ്ച രാവിലെ അഹമ്മദ് കുഞ്ഞിയുടെ ബന്ധുവായ വീരാൻകുട്ടിയും മണൽ തൊഴിലാളികളുമായി തർക്കമുണ്ടായിരുന്നു. ഇതറിഞ്ഞ് അഹമ്മദ് കുഞ്ഞിയും സ്ഥലത്തെത്തി. പിന്നീട് വാക്തർക്കം മൂർച്ഛിക്കുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പരിക്കേറ്റ അഹമ്മദ് കുഞ്ഞിയും വീരാൻകുട്ടിയും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും
മണൽ തൊഴിലാളികളായ മൊയ്തീൻകുട്ടി, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, കെ ഉണ്ണികൃഷ്ണൻ, വേണു, കെ അലി എന്നിവരെ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ കോളനികളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പൈപ്പ് കണക്ഷൻ നൽകുന്ന പദ്ധതി വൈസ് ചെയർമാൻ മുടക്കിയെന്ന ആരോപണവുമായി കൌൺസിലർ ജോസ് തോമസ് രംഗത്ത്. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ സംഭവത്തെ ചൊല്ലി വൈസ് ചെയർമാൻ എസ് ചെൽബനും ജോസ് തോമസും തമ്മിൽ വാഗ്വാദവുമുണ്ടായി. കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച കോളനികളിലെ വീടുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കേണ്ടതില്ലെന്ന് വൈസ് ചെയർമാൻ വാട്ടർ അതോറിറ്റിയെ അറിയിച്ച് എസ് ചെൽവൻ ലിസ്റ്റ് തിരികെ വാങ്ങിയെന്ന് കൌൺസിലർ ജോസ് തോമസ് കൌൺസിൽ യോഗത്തിൽ ആരോപിച്ചു. ലിസ്റ്റ് ജോസ് തോമസ് ആണ് വാങ്ങിയതെന്ന് എസ് ചെൽവനും പറഞ്ഞു. രണ്ടുപേരും എഞ്ചിനീയറെ വിളിച്ചു വരുത്തി തെളിയിക്കാമെന്ന് വെല്ലുവിളിച്ചു. പദ്ധതിക്കായി 5.5 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ജോസ് തോമസ് ആരോപിച്ചു. ഈ ആരോപണം അന്വേഷിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ രേഖാമൂലം ആവശ്യപ്പെടാനും കൌൺസിൽ തീരുമാനമായി. ഭാരതപ്പുഴയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തടയണ നിർമ്മാണത്തിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നതിനായി വാട്ടർ അതോറിറ്റിയിൽ നൽകിയിരുന്ന 15 ലക്ഷം രൂപയിൽ ബാക്കിയുള്ള സംഖ്യ UID SSMT പദ്ധതിയിലേക്ക് മാറ്റാൻ കൌൺസിൽ തീരുമാനിച്ചു. ഈ അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലെ മാതൃശിശു പരിചരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുടി അലി. 4.25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന സ്ഥലം മന്ത്രി സന്ദർശിച്ചു. കേന്ദ്രം വരുന്നതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തുള്ള പഴയ RMO ക്വാർട്ടേഴ്സ് നിലനിന്നിരുന്ന സ്ഥലത്താണ് മാതൃശിശു പരിചരണ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുക. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചീനിക്കത്തോടിന് ചേർന്നുള്ള ഈ 2.5 ഏക്കർ സ്ഥലം മാതൃശിശു പരിചരണ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തും. മാതൃശിശു പരിചരണ കേന്ദ്രം നിർമ്മിക്കുന്ന സ്ഥലം മന്ത്രി മഞ്ഞളാംകുഴി അലിയും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ M മുഹമ്മദ് സലീം, ജില്ലാ ടൗൺ പ്ലാനർ KV അബ്ദുൽ മലിക്, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ്, മുനിസിപ്പൽ എഞ്ചിനീയർ B ഉമ്മർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഫാത്തിമ ഷഹനാസ് എന്നിവരും എത്തിയിരുന്നു. ഇവരുമായി മന്ത്രി മഞ്ഞളാംകുഴി അലി നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി. റൂറൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മാതൃശിശു പരിചരണ ബ്ലോക്ക് നിർമ്മിക്കുക. നിർമ്മാണത്തിന് മുന്നോടിയായി കേന്ദ്രത്തിന്റെ വിശദമായ രൂപരേഖ തയ്യാറാക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വാർഡുകളും ഓപ്പറേഷൻ തിയേറ്ററും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ മാതൃശിശു പരിചരണ കേന്ദ്രത്തിലുണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ 3 നിലകളിലാണ് നിർമ്മിക്കുക. ആധുനിക സൗകര്യങ്ങളോടുകൂടിയായിരിക്കും നിർമ്മാണം. മാതൃശിശു പരിചരണ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം നൽകാനാകുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും താലൂക്ക് ആശുപത്രി നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ WNC വുമൻ ആൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബ്ലോക്കിന്റെ പ്രവൃത്തി പെട്ടെന്ന് തന്നെ ആരംഭിക്കും. നവംബർ 1 ആരംഭിക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് അന്നത്തേക്ക് കിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്യും. അദ്ദേഹം വരുന്ന സമയത്ത് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ നല്ല നിലയിൽ ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ ആശുപത്രി നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന 2ാമത്തെ ആശുപത്രിയാണ്. ഈ 2ാമത്തെ ആശുപത്രിയിൽ സൗകര്യങ്ങളൊന്നുമില്ല. വളരെ കഷ്ടമാണ്. അവിടെ സാധാരണക്കാരായ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. നമ്മളെ പെരിന്തൽമണ്ണയിൽ ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. ആശുപത്രി നഗരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് നല്ല നിലയിൽ ജോലി ഇവിടെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താലൂക്ക് ആശുപത്രിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുതിയ മാതൃശിശു കേന്ദ്രം വരുന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ സ്ഥല സൗകര്യങ്ങൾക്കൊപ്പം ജീവനക്കാരുടെ കാര്യത്തിലും വർധനയുണ്ടാകുമെന്ന് പ്രതീക്ഷ. മാതൃശിശു പരിചരണ ബ്ലോക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്ത വ്യാഴാഴ്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേരും. വ്യാജ വാറ്റിനെതിരെ പ്രവർത്തിച്ച യുവാക്കൾക്ക് മർദ്ദനം. ഒറ്റപ്പാലം അമ്പലപ്പാറ അംബേദ്കർ കോളനിക്ക് സമീപത്തെ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. അമ്പലപ്പാറ അംബേദ്കർ കോളനിയിൽ നടക്കുന്ന വ്യാജവാറ്റിനെതിരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയിലെ പ്രവർത്തകരെയാണ് വ്യാഴാഴ്ച വൈകിട്ട് ഒരു സംഘം ആക്രമിച്ചത്. അമ്പലപ്പാറ മഠത്തിൽ തൊടി മോഹൻദാസ്, മുരളീധരൻ, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, തേവരുപാറയ്ക്കൽ ശിവൻ എന്നിവർ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. വ്യാജമദ്യത്തിനെതിരെ പോലീസ്, എക്സൈസ്, ആരോഗ്യ വിഭാഗവും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് കൺവെൻഷൻ ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ 6 അംഗ സംഘം വടിയും ഇരുമ്പുദണ്ഡും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ പറഞ്ഞു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ആവശ്യത്തിന് തൊഴിലാളികളെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവിഴാങ്കുന്ന കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ജീവനക്കാരും തൊഴിലാളികളും സമരം നടത്തുന്നത് ജപ്പാൻ മോഡലിൽ. ഫാമിന്റെ 5 ഏക്കർ സ്ഥലത്ത് വേതനമില്ലാതെ പുൽനട്ടാണ് ഇവർ സമരം നടത്തുന്നത്. 403 ഏക്കർ വിസ്തൃതിയുള്ള കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ 1996-ൽ 185 തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 57 തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. മുന്തിയ ഇനത്തിൽപ്പെട്ട എരുമ, പശുക്കൾ, ആടുകൾ എന്നിവയെല്ലാം ഫാമിലുണ്ട്. കൂടാതെ തെങ്ങ്, കവുങ്ങ്, കശുമാവ്, കുരുമുളക് തുടങ്ങിയ കൃഷിയും ധാരാളമുണ്ട്. എന്നാൽ ഫാമിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തൊഴിലാളികൾ വളരെ കുറവാണ്. 2.5 വർഷം മുമ്പ് തൊഴിലാളികളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും കാർഷിക സർവകലാശാലയ്ക്കും തൊഴിലാളികളും ജീവനക്കാരും നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫാമിന്റെ നിയന്ത്രണം കാർഷിക സർവകലാശാലയുടെ കീഴിൽ നിന്നും വെറ്റിനറി സർവകലാശാലയുടെ കീഴിലായിട്ടും ഫലമില്ല. അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ തൊഴിലാളികളും ജീവനക്കാരും ഒരുമിച്ച് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഫാമിലുള്ളവർ സമരത്തിനിറങ്ങിയാൽ ഫാമിലുള്ള ജീവികൾ പട്ടിണിയിലാവും. ഇത് ഇവിടെ പണിയെടുക്കുന്നവർക്ക് സഹിക്കാനാവില്ല. അതിനാലാണ് ഇവർ 5 ഏക്കർ വരുന്ന സ്ഥലത്ത് പുൽനട്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. 2-2.5 വർഷം മുമ്പ് കാർഷിക സർവകലാശാല ആയിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് അപേക്ഷ സ്വീകരിക്കുകയും തൊഴിലാളികൾ എടുക്കുന്നതിന് വേണ്ടി അപേക്ഷ സ്വീകരിക്കുകയും ആ അപേക്ഷ ഇന്നും നമ്മുടെ ഓഫീസിൽ ചുമപ്പുനാടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തൊഴിലാളികളെ എടുത്തുകൊണ്ട് ഈ ഫാമിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അധികാരിയുടെ ഭാഗത്തുനിന്നും ഒരു നീക്കമുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സമരം. ഫാമിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴുണ്ട്. തൊഴിലാളികളും ജീവനക്കാരും തയ്യാറുമാണ്. സ്ഥലവും ധാരാളം. അതിനാൽ അധികാരികൾ ആവശ്യത്തിന് തൊഴിലാളികളെ ഉപയോഗിച്ച് ഫാമിന്റെ ഉന്നതിക്ക് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് പ്രൊഫസർ ഹെഡ് സ്റ്റീഫൻ മാത്യു പറഞ്ഞു. പക്ഷെ തൊഴിലാളികളുടെ പ്രശ്നം അത് വളരെ അത്യാവശ്യമായ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. കാരണം തൊഴിലാളികളില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പണി നടക്കത്തില്ല. അപ്പോൾ എത്രയും വേഗം തൊഴിലാളികളെ എടുക്കണം എന്നുള്ളത് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് എഴുതിയിട്ടുണ്ട്. എന്താണേലും അതിൻ്റെതായ താമസം ഒരു ഗവൺമെന്റ് സെറ്റപ്പ് ആകുമ്പോൾ അതിൻ്റെതായ താമസം ഉണ്ടാകും. അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം വിദ്യാർത്ഥികൾ ഫാം ഡയറി മിൽക്ക് പഠനത്തിന് തിരുവിഴാങ്കുന്ന് ഫാമിലാണ് എത്തുന്നത്. പഠനത്തിനെത്തിയപ്പോൾ ഫാമിന്റെ ഉന്നതിക്ക് വേണ്ടി ജീവനക്കാരും തൊഴിലാളികളും പുൽനട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സമരത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ 60ഓളം വിദ്യാർത്ഥികളും സമരത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ അലനല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ തൊഴിലാളികളുടെ കുറവ് മൂലം ഇവിടുത്തെ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ ഇവിടെ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഐക്യദാർഢ്യം വഹിച്ചുകൊണ്ട് ഞങ്ങളും ഈ വിദ്യാർത്ഥികൾ ഇതിലേക്ക് വിസ്തൃതി കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും മുൻപന്തി നിൽക്കുന്ന ഫാമാണ് തിരുവിഴാങ്കുന്നിലുള്ളത്. എന്നാൽ രാഷ്ട്രീയ പ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതിനാൽ യാതൊരു പുരോഗതിയും ഫാമിലുണ്ടായിട്ടില്ല. ജീവനക്കാരും തൊഴിലാളികളും വിദ്യാർത്ഥികളും നടത്തിയ ഈ വ്യത്യസ്ത രീതിയിലുള്ള സമരം കണ്ടെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇവർ. 5 ഗ്രാമപഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ശ്രീകൃഷ്ണപുരം ശുദ്ധജല വിതരണ പദ്ധതിയുടെയും കരിമ്പുഴ പുതുവത്തുമല ശുദ്ധജല വിതരണ പദ്ധതിയുടെയും നിർമ്മാണം പാതി വഴിയിൽ. ഇരു പദ്ധതികളും എന്ന് കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ബന്ധപ്പെട്ടവർക്ക് പോലും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, വെള്ളിനേഴി പഞ്ചായത്തുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ശ്രീകൃഷ്ണപുരം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണം ആരംഭിച്ച് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ്. 33 കോടി രൂപയിലധികം ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. LIC സഹായത്തോടെയാണ് പദ്ധതിയുടെ തുടക്കമെങ്കിലും പിന്നീടത് നബാർഡ് ഏറ്റെടുക്കുകയായിരുന്നു. മുണ്ടോർശിക്കടവിലെ കിണറിന്റെയും പമ്പ് ഹൌസിന്റെയും നിർമ്മാണവും ചാത്തൻകുന്നിലെ ശുദ്ധീകരണ സംഭരണിയുടെയും മറ്റ് വിതരണ സംഭരണികളുടെയും നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. മുണ്ടോർശിക്കടവിൽ നിന്നും ചാത്തൻകുന്നിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനിന്റെയും മറ്റ് വിതരണ പൈപ്പുകളുടെയും പണികൾ ബാക്കി നിൽക്കുന്നു. നബാർഡ് ഏറ്റെടുത്ത ശേഷം ഇതിനാവശ്യമായ പൈപ്പുകൾ പല ഭാഗത്തുമായി ഇറക്കിയിട്ടുള്ളതല്ലാതെ മറ്റ് പ്രവൃത്തികളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല. കരിമ്പുഴ പുതുവത്തുമല ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ച് 1/4 നൂറ്റാണ്ടിനോടടുക്കാറായി. ഈ പദ്ധതിയും നിലവിൽ നബാർഡിന്റെ കൈകളിലാണ്. കുന്തിപ്പുഴയിലെ ഞെട്ടരക്കടവിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കിണറും പമ്പ് ഹൌസും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതുവത്തുമലയിൽ ശുദ്ധീകരണ സംഭരണിയുടേതുൾപ്പെടെയുള്ള നിർമ്മാണം തുടങ്ങിയിട്ട് പോലുമില്ല. അതിനിടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച വിതരണ പൈപ്പുകൾ മിക്കയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണുള്ളത്. പുഴയോര ഗ്രാമപഞ്ചായത്താണെങ്കിലും വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കരിമ്പുഴ. ഇരു ഗ്രാമപഞ്ചായത്തിലും നിലവിലുള്ള കുടിവെള്ള വിതരണ സംവിധാനം കാര്യക്ഷമമല്ല. പദ്ധതികൾ പൂർത്തിയാക്കി കുടിവെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ തന്നെ ഉപേക്ഷിച്ച മട്ടിലാണ് പ്രദേശത്തുകാർ. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 43ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ ആരംഭിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ അങ്ങാടിപ്പുറം കല്യാണി ഓഡിറ്റോറിയത്തിലാണ് കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം മന്ത്രി AP അനിൽകുമാർ, സെമിനാർ മന്ത്രി മഞ്ഞളാംകുഴി അലിയും ഉദ്ഘാടനം ചെയ്യും.
ഭക്ഷ്യസുരക്ഷയും അവശ്യസാധന നിയമവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത്. MLA-മാരായ പി. ഉബൈദുള്ള, പി. ശ്രീരാമകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സർവീസ് സംഘടനാ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുഹൃത്ത് സമ്മേളനവും യാത്രയയപ്പും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. ഭക്ഷ്യസുരക്ഷ, റേഷൻ വിതരണ സമ്പ്രദായം നേരിടുന്ന പ്രശ്നങ്ങൾ, സിവിൽ സപ്ലൈസ് ജീവനക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. 400-ൽ-അധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മഴവിൽ മനോരമ ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയിൽ 2ാം സ്ഥാനം നേടിയ സിയാദ് ഗുരുവിനെ കാണാൻ വെള്ളിനഴിയിലെത്തി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ വെള്ളിനഴി സുബ്രഹ്മണ്യന്റെ ശിഷ്യനാണ് യുവഗായകനായ സിയാദ്. കലാഗ്രാമമായ വെള്ളിനഴിയിൽ നിന്ന് തന്നെ സംഗീത പഠനം ആരംഭിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അനങ്ങനടി സ്വദേശിയ സിയാദ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയത്. മികച്ച ഒരു ഗുരുവിന്റെ മുഴുവൻ സഹായവും സിയാദിന് മത്സരകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2ാം സമ്മാനമായ 25 ലക്ഷം രൂപ ലഭിച്ച് നാട്ടിലെത്തിയ സിയാദ് ഗുരു വെള്ളിനഴി സുബ്രഹ്മണ്യനെ കാണാൻ വീട്ടിലെത്തിയത്. മധുരം നൽകി തന്റെ ശിഷ്യനെ സ്വീകരിച്ച വെള്ളിനഴി സുബ്രഹ്മണ്യൻ തികഞ്ഞ സന്തോഷത്തോടെയാണ് സിയാദിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത്. മനോരമ മ്യൂസിക്കില് സിയാദ് പാടി 1ാം സ്ഥാനം വരുന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ വളരെ നന്നായിട്ട് പാടും, വളരെ ശുദ്ധായിട്ട് പാടും. മാത്രമല്ല അയാൾ കറക്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ വന്ന ഒരു കീർത്തനം പഠിക്കുന്ന രീതിയിൽ തന്നെ ഒരു സിനിമ പാട്ടെടുത്ത് നൊട്ടേറ്റ് ചെയ്ത് അയാൾ പഠിക്കും. വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സ്വരപ്പെടുത്തി തരാൻ പറയും. ഞാൻ സ്വരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ആ സ്വരം ആദ്യം പ്രാക്ടീസ് കിട്ടാൻ അയാൾ അത് പാടാറ്. ശരിക്കൊരു ആ രീതിയിൽ അയാൾ പ്രാക്ടീസ് ചെയ്തു നല്ല രീതിയിൽ അത് കൃത്യമായിട്ട് പഠനം നടത്തി വന്നിരുന്നു. എന്തിനായാലും അയാൾ ഫസ്റ്റ് കിട്ടിയാൽ എന്തായാലും നമ്മൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ അയാളത് 1ാമത് എത്തി എന്നുള്ള എല്ലാവരും മനസ്സിലാവും. വളരെ നല്ല ഭാവിയുണ്ട് അയാൾക്ക്. സംഗീത ലോകത്തെ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്നും സംഗീത രംഗത്തെ തുടരാനാണ് ആഗ്രഹമെന്നും സിയാദ് പറഞ്ഞു. ഞാനൊരു ഇത്രയും വലിയൊരു ഷോയില് ഒരു സെക്കൻഡ് പ്ലേസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് ഒരുപാട് പേരുണ്ട്. ആദ്യമേ എൻ്റെ ഷംസുഖേടാണ് ശരിക്കും ആദ്യം എടുത്ത് പറയേണ്ട ഒരാൾ. പിന്നെ എൻ്റെ ഗുരു സുബ്രഹ്മണ്യം വെള്ളിനഴി സാറ്, അങ്ങനെ ഒരുപാട് എൻ്റെ മുമ്പുള്ള കുറേ ഗുരുക്കന്മാരെല്ലാവരും ഒരുപാട് പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇതുവരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ആദ്യം പാടിയത് തലസിമർ പെൺകുട്ടി എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. ചരസാറ മ്യൂസിക്കിൽ. അതിനുശേഷം സ്നേഹിക്കാനൊരു മനസ്സിലാണ്ടൊരു ഫിലിം പാടി. പിന്നെ ജാസി സാറുടെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രിയദർശൻ സാറുടെ ഫൈനലിന് ശേഷം ഒരു ഓഫർ പുള്ളിയുടെ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വിശ്വജിത്ത് സാറുടെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ നാസർ എന്ന് പറഞ്ഞത് പുള്ളിയുടെ 1-2 പ്രൊജക്റ്റ് കൂടി ഇനിയിപ്പോൾ പാടാനായിട്ടുണ്ട്. പിന്നീട് അല്പനേരം സാഹിത്യ തറവാളായ ഒളപ്പമണ്ണമനയിൽ അല്പനേരം പഠനം. കോതകുറിശി, പാലക്കോട്, കക്കാട്ടുമ്മൽ അലിയുടെയും സൈനബയുടെയും 4 മക്കളിൽ ഇളയ മകനാണ് സിയാദ്. ചെറുപ്പശ്ശേരി ഐഡിയൽ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഈ യുവ ഗായകൻ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ മനക്കൽ കോളനി കുടിവെള്ള പദ്ധതി കോളനി നിവാസികൾക്ക് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളനിയിലെ 20ഓളം കുടുംബങ്ങൾക്ക് വീട്ടിൽ വെള്ളമെത്തുന്ന രീതിയിലാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. 3,57,650 രൂപയാണ് പദ്ധതിക്ക് ചിലവ് വന്നിരിക്കുന്നത്. ചടങ്ങിൽ സെക്രട്ടറി സി. മണി അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ മാസിദ സത്താർ, സി. സുന്ദരൻ, റംലത്ത്, സതീദേവി, CDS ചെയർപേഴ്സൺ സുകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മറ്റ് കുടിവെള്ള പദ്ധതികളും വൈകാതെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മണ്ണാർക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടിവെള്ള പദ്ധതികൾ മുടങ്ങിക്കിടക്കാനുള്ള കാരണം കഴിഞ്ഞ 3 വർഷം ടെൻഡർ കഴിഞ്ഞിട്ടും അംഗീകരിക്കാതെ വന്നൊരു സമയത്താണ്. ഏതായാലും അവിടെ നിന്നൊക്കെ മാറി പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശുഷ്കാന്തിയോടുകൂടി പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ വെള്ളം നൽകുകയും ചെയ്യും. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഫുട്ബോൾ മത്സരങ്ങൾ സമാപിച്ചു. മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മത്സരം നടന്നിരുന്നത്. ചെറുപ്പശ്ശേരി പുത്തനാളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവത്തിൽ വെള്ളിയാഴ്ച രാമകൃഷ്ണമൂർത്തിയുടെ കച്ചേരി അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ രക്ഷാ മരുന്ന് വിറ്റ് കൊള്ളലാഭം കൊയ്യുന്ന കുത്തക കമ്പനികളെ നിയന്ത്രിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയണമെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാരി സാമ്പത്തിക തിരിമറി നടത്തി മുങ്ങിയത് തിരിച്ചെടുത്ത പണം ബാങ്കിൽ അടയ്ക്കാതെ. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് അധികൃതർ.
പട്ടാമ്പിയിൽ നിയമത്തിനും നിർദ്ദേശത്തിനും പുല്ലുവില. ഓംബുഡ്സ്മാൻ നിർദ്ദേശം ലംഘിച്ച് ഭാരതപ്പുഴയിൽ ലോറി ഇറക്കി മണലെടുപ്പ് തുടരുന്നു. ആവശ്യത്തിന് തൊഴിലാളികളില്ല. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള സമരം. തൊഴിലാളികൾ സമരം നടത്തുന്നത് കൂടുതൽ സ്ഥലത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ച്. വ്യാജ വാറ്റിനെതിരെ പ്രവർത്തിച്ച യുവാക്കൾക്ക് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ മർദ്ദനം. മർദ്ദനത്തിന് കാരണം വാറ്റിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ചതാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.